നമസ്കാരം. പതിരും കതിരും. പ്രഭാകര, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായല്ലോ. തിലകൻ്റെ നമ്പ്യാർ ചോദിച്ച പോലത്തെ അവസ്ഥയിലാണ് ഇപ്പോൾ കുറേ CPM നേതാക്കൾ. ശിവൻകുട്ടി, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായല്ലോടോ എന്നായി ഗോവിന്ദൻ. AKG സെൻറ്ററിൽ പ്രവർത്തിക്കുന്ന അമൂർത്ത ഗോവിന്ദ മാര്യേജ് ബ്യൂറോയുടെ ഓഫീസ് അടഞ്ഞു കിടക്കുകയാണ്. കാർപോർച്ചിൽ ഒരു കുന്തൻ ചാരി വെച്ചിട്ടുള്ളതിനാൽ AA റഹീം അകത്തുണ്ടെന്ന് അനുമാനിക്കാം. വിവാഹാവശ്യത്തിന് എല്ലാ സാധനങ്ങളും AKG സെൻറ്ററിൽ ലഭ്യമാണ്. ജണ്ടുകൾ, ഹാരങ്ങൾ, ബൊക്കകൾ, പനിനീര് തളിക്കാനുള്ള കുപ്പി, മംഗളപത്രം ഇവയെല്ലാം എപ്പോഴും റെഡിയാണ്. ആവശ്യക്കാർ മതം മാറ്റിയെടുക്കാൻ ആവശ്യമുള്ള പെൺകുട്ടികളെ കൊണ്ടുവന്നാൽ മാത്രം മതി. ഗോവിന്ദനൊരു ബ്രോക്കർ മാത്രമല്ല, ഒന്നാന്തരം തകില് വിദ്വാൻ കൂടിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. മധ്യപ്രദേശുകാരിയായ വൈറൽ പെൺകുട്ടിയെ ഫർഹാന് കല്യാണം ചെയ്തു കൊടുത്ത് ആശീർവദിച്ച ശേഷം ഈ ഗോവിന്ദൻ മാമൻ പറഞ്ഞത് മതനിരപേക്ഷമായ പ്രണയവിവാഹം കേരളത്തിൻ്റെ യശസ് ഉയർത്തും എന്നായിരുന്നു. ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് ശിവൻകുട്ടി വായ പൊത്തി ഒരൊറ്റ കുരവയാണ്. വിരൽ തൊണ്ടക്കുഴിയിൽ അമർന്നതിനാൽ അത് കൂവലായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. ഉടൻ തന്നെ കുന്തത്തിലേറി വന്ന ലുട്ടാപ്പി AA റഹീം പനിനീര് കുടഞ്ഞു. ദമ്പതികൾക്ക് ആയുരാരോഗ്യ സൗഖ്യം നേർന്നു. ഈ കല്യാണം നടത്തിയ വകയിൽ ഗോവിന്ദൻ എത്രയാണ് ബ്രോക്കർ ഫീസ് കിട്ടിയിട്ടുണ്ടാവുക? മധ്യപ്രദേശിലുള്ള ഒരു ദളിത് പെൺകുട്ടിക്ക് നാലാൾ അറിഞ്ഞ് നവകേരളത്തിൽ വെച്ചൊരു വിവാഹം നടത്തി കൊടുത്ത എല്ലാ സഖാക്കൾക്കും കേരളം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് അഭിവാദ്യം അർപ്പിച്ചു. എൻ്റെ കൊച്ചിന് 16 വയസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞ് അലമുറയിട്ട് കൊണ്ടുവന്ന തന്തപ്പടിയെ സഖാക്കളും പോലീസും വിരട്ടി ഓടിച്ചു. അയാൾ ഈ കശ്മലന്മാരെ തലയിൽ കൈവച്ച് പ്രാഗിക്കൊണ്ടാണ് തിരിച്ചു പോയത്. എലി, പാറ്റ, കുരങ്ങ് എന്നിവയിലാണല്ലോ ശാസ്ത്രലോകം പലവിധ പരീക്ഷണങ്ങൾ നടത്തുക. അതുപോലെ കമ്മികൾ, പാവങ്ങൾക്കുണ്ടായ മക്കളെയാണ് ഇത്തരം പരീക്ഷണങ്ങൾക്കായി തിരഞ്ഞെടുക്കുക. ഫലം വരുന്നതിന് മുമ്പ് തന്നെ വെളിച്ചം കടക്കാത്ത ഗുഹയിലൂടെ ഒളിച്ചോടാനാണ് ഈ പോക്സോ മാമന്മാരുടെ ഗതി. മുമ്പിൽ വഴി കാണിച്ച് ലുട്ടാപ്പി കുന്തത്തിൽ പോകും. പണ്ടൊരു മന്ത്രി ഉണ്ടായിരുന്നു നമുക്ക്, MP ഗംഗാധരൻ. 82 മുതൽ 86 വരെ കരുണാകരൻ്റെ മന്ത്രിസഭയിലെ ജലസേചന മന്ത്രിയായിരുന്നു അദ്ദേഹം. മകൾക്ക് പറ്റിയ ഒരു ആലോചന വന്നപ്പോൾ പാവം അച്ഛൻ 18 തികയും മുമ്പ് കൊച്ചിൻ്റെ കല്യാണം അങ്ങ് നടത്തി. അതിൻ്റെ പേരിൽ CPMകാർ പാവം പൈപ്പ് ഗംഗാധരനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് അറിയില്ലേ. പ്രായപൂർത്തിയാകാത്ത മകളെ വിവാഹം ചെയ്യിച്ചയച്ചതിൻ്റെ പേരിൽ ഗംഗാധരനെ രാജിവെക്കേണ്ടി വന്നു. അങ്ങനെ ശൈശവ വിവാഹത്തിനെതിരെ എല്ലാ കാലത്തും ശബ്ദമുയർത്തിയ പാർട്ടിയുടെ സെക്രട്ടറിയും വിദ്യാഭ്യാസ മന്ത്രിയും MP കൂടിയാണ് ഈ തെമ്മാടിത്തരത്തിന് കൂട്ടുനിന്നതെന്ന് ഓർക്കേണ്ടതുണ്ട്. ഒരു മുസ്ലിമിനെ കൊണ്ട് ഹിന്ദു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കുക എന്നത് എന്തൊരു വിപ്ലവകരമായ പ്രവർത്തനമായിട്ടാണെന്നോ പാർട്ടി കാണുന്നത്. ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറി ശരിക്കും ബ്രോക്കർ ഗോവിന്ദനായി മാറിയിരിക്കുന്നു. ബലാത്സംഗ കേസിൽ പ്രതിയായ റാപ്പർ വേടൻ്റെ വിവാഹ വാർത്ത ലോകത്തോട് വിളിച്ചു പറയാനുള്ള അവകാശവും മാമൻ ഗോവിന്ദനായിരുന്നു. മധ്യപ്രദേശിനെയും മഹാരാഷ്ട്രയെയും ഒരു മിശ്ര വിവാഹത്തിലൂടെ ഒന്നാക്കാനുള്ള അസുലഭമായ അവസരമാണ് K ഗോവിന്ദന് ലഭിച്ചത്. താൻ കല്യാണം നടത്തിക്കൊടുത്തിട്ടില്ലെന്നും എല്ലാം AI ആണെന്നും ഗോവിന്ദൻ പറഞ്ഞെന്നിരിക്കും. അമൂർത്തമായ സാഹചര്യത്തിൽ അമൂർത്തമായ AI മാറാൻ ഗോവിന്ദന് കഴിയുന്നുണ്ട്. ഹിന്ദി അറിയാവുന്നവർ പറഞ്ഞുകൊടുക്ക്, ഈ വിവാഹം നടത്തരുതെന്നാണ് ഞാൻ പറഞ്ഞതെന്നായിരിക്കും ശിവൻകുട്ടി പറയുക. ലെങ്കോട്ടിയും കാണിച്ച് നിയമസഭയുടെ മുകളിൽ കയറി തട്ടിന്മേൽ കളി കളിച്ച ശിവൻകുട്ടിക്ക് ഇപ്പോഴും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ലല്ലോ. മധ്യപ്രദേശിലേക്ക് ഗോവിന്ദനും ശിവൻകുട്ടിയും റഹീമും കൂടി ഒരു പോക്കുണ്ട്. റഹീമിന് ഇംഗ്ലീഷും ഹിന്ദിയും എല്ലാം നന്നായി വശമുള്ളതിനാൽ എങ്ങനെയും പിടിച്ചു നിൽക്കും. മറ്റു രണ്ടുപേർ എന്തോന്ന് ചെയ്യും? മധ്യപ്രദേശിൽ ഘടകവുമായി ബന്ധപ്പെടാമെന്ന് വെച്ചാൽ ഈ സാധനം അവിടെയൊന്നുമില്ല. ആ KC വേണുഗോപാലിനോട് പറഞ്ഞാൽ ആരെയെങ്കിലും ഇടപെടുത്തി തന്നിരിക്കും. കണ്ടവൻ്റെ മക്കളെ പ്രായം തികയാതെ കല്യാണം കഴിപ്പിച്ചും അവരെ കൊണ്ട് ഗുണ്ടാപ്പണി ചെയ്യിച്ചും റാഗിങ് നടത്തിച്ചും കഞ്ചാവടിപ്പിച്ചും മുദ്രാവാക്യം വിളിപ്പിച്ചും എത്ര കാലം ഈ പാർട്ടി ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരും? ഇത്തരം കേരള സ്റ്റോറികളൊന്നും തന്നെ CPMൻ്റെ നേതാക്കളുടെ വീട്ടിൽ കാണുന്നുമില്ല. ദത്ത് വിവാദവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സജി ചെറിയാൻ പ്രസംഗിച്ചത് ഓർക്കുന്നില്ലേ? പ്രായപൂർത്തിയായ പെൺകുട്ടികൾ അച്ഛനെയും അമ്മയെയും ഉപേക്ഷിച്ച് കണ്ടവന്മാരുടെ കൂടെ പോകുന്നത് ശരിയാണോ? എനിക്കുമുണ്ട് 3 പെൺമക്കളെന്നായിരുന്നു സജി ചെറിയാൻ്റെ അന്നത്തെ പ്രസംഗം. ഒരു സ്വന്തം സഖാവിൻ്റെ കുടുംബത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായപ്പോൾ കമ്മികൾക്ക് കുരു പൊട്ടി. പാർട്ടിയിലെ ഉന്നതരായ CPM നേതാക്കളുടെയൊക്കെ മക്കൾ ഓഫീസ് കഴിഞ്ഞാൽ വീട്, വീട് കഴിഞ്ഞാൽ ഓഫീസ് എന്ന തരത്തിൽ എത്ര ശാന്തമായും സൽസ്വഭാവികളുമായിട്ടാണ് ജീവിക്കുന്നതെന്നോ. ശിവൻകുട്ടിയും പറയുന്നത് കേട്ടു, എൻ്റെ മകൻ പാവമാ, അവൻ വിദേശത്ത് പഠിക്കുവാണെന്ന്.
ഗോവിന്ദൻ്റെ മകന് വേണ്ടി തളിപ്പറമ്പിൽ ഹാപ്പിനെസ് പ്രോഗ്രാമുകൾ മുറയ്ക്ക് നടക്കുന്നുവെന്നാണ് മറ്റേ ഗോവിന്ദൻ ആരോപിച്ചത്. വീണ ജോർജിൻ്റെ ഭർത്താവ് പറഞ്ഞത് പിള്ളേർക്ക് അമ്മയുടെ പരിചരണം കിട്ടുന്നില്ല, അതുകൊണ്ട് വീട്ടിലിരിക്കണം എന്നാണ്. ഗോവിന്ദൻ്റെ മോനും ബേബിയുടെ മോനും ബാലൻ്റെ മോനും ശ്രീമതിയുടെ മോനുമൊക്കെ കൊടി പിടിച്ച് വെയിൽ കൊള്ളുന്നതും മുദ്രാവാക്യം വിളിക്കുന്നതും ആരെങ്കിലും ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ കമ്മികളെ? എന്നാൽ അവർക്ക് ഉദ്യോഗത്തിനോ ജീവിത സൗഖ്യത്തിനോ വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? ഇവരുടെ ആരുടെയെങ്കിലും മക്കൾ ഇതര മതസ്ഥരെ കണ്ടുപിടിച്ച് ഒളിച്ചോടാറുണ്ടോ? പാർട്ടി AKG സെൻറ്ററിൽ വെച്ച് ഹാരമിട്ട് അവരെ സ്വീകരിക്കാറുണ്ടോ? പിണറായിക്ക് ഇതര മതസ്ഥനെ മരുമകനായി കിട്ടിയത് ശരി തന്നെ, പക്ഷേ അത് രണ്ടാം വിവാഹമായതിൻ്റെ വിട്ടുവീഴ്ചയായിരുന്നു. അദ്ദേഹം ആ വിവാഹം നടത്തി കൊടുത്തു. പക്ഷേ കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പിനേക്കാൾ വലിയൊരു സ്ത്രീധനം വേറെ കൊടുക്കാറുണ്ടോ? എന്തായാലും പോക്സോ ഗോവിന്ദനും പോക്സോ ശിവനും ലുട്ടാപ്പിയും മെയ് 4 മുമ്പ് തന്നെ ഒളിവിൽ പോയ നിലയിലാണ്. എപ്പോഴെങ്കിലും മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഈ ഗോവിന്ദൻ ചെന്നുപെട്ടാൽ മറിമായത്തിലെ ഉണ്ണി ചിരിക്കുന്ന പോലെ ഒരു ചിരി ചിരിക്കും.